ആദ്യം മാപ്പോറുണ്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും, ഇറങ്ങി പോകുന്നു പറഞ്ഞു. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്, സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ വിട്ടുകളാ. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ എന്തോ അകലെ ഇത് വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ബുദ്ധനാണ് സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഒരു പ്രത്യേക ജീവിതമല്ല. ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ കാശ്മീർ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ചോദ്യം ചെയ്യേണ്ടതല്ല. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പേരെടുത്ത് ഞാൻ പറയും ഞാനാണ് മത്സരിക്കാൻ പോകുന്നത്, അതിന് കുഴപ്പമുണ്ടോ? അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. കാര്യം പുള്ളി അന്നേരം പറയുന്നത് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇതിനാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോവല്ലേ കാശ്മീർ, പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. ഒരു മനുഷ്യനെ സുരക്ഷിത കോട്ടകളല്ല, കോട്ട പൊളിക്കാനാണ് പ്ലാൻ എന്നൊക്കെ അഖിൽ പറഞ്ഞു. കാശ്മീർ പിന്നെ ഒരു എനിക്ക് നപ്പന്റെ ക്യാരക്ടറാണ്, നന്നായിട്ട് ബെടായി വിടും. വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. പല സാഹചര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവരെ നമ്മൾ ആവേശഭരിതരാക്കണം. അതിനുവേണ്ടി മാത്രമല്ല, സത്യത്തിൽ ഒരുതരം എന്റെ നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ട് നിൽക്കുക ഞാൻ, നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ട് നിൽക്കുക ഞാൻ. നാണക്കേട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. വഴി കൂടെ പോകുന്ന ഏത് അലവലാതിക്കും കൊടുക്കാൻ പറ്റുന്ന സീറ്റാ തൃക്കാക്കര. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മത്സരിച്ചിട്ട് 21,500 അത്ര മോശം ഓട്ടൊന്നും അല്ലല്ലോ. വരി കൊട്ടാരക്കര പോലും ഈ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എവിടുത്തെ ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. അഖിൽ മാരാർ പറയുകയാണ് 25,000 ബൈക്ക് വിറ്റു. അഖിൽ മാരാറുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 20 രൂപയുടെ കണക്കാൻ കാണിക്കാം. എന്റെ പൊന്നെ 10,000 ഈ ഹാഷ്മി വലിയൊരു ശല്യായില്ലോ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? തന്നോ? ഞാൻ 5 ലക്ഷം രൂപ നിർത്തിയെന്ന് അവമാനിക്കുവാണെന്നേ. അതുകൊണ്ടാണ് നിലപാട്, അത് പലപാടാണ്. സ്വതന്ത്ര ഇന്ത്യൻ പൗരന് നിലപാട് എഴുതാൻ അറിയാവോ അഖിൽ മാരാരെ? എനിക്ക് അറിയത്തില്ല, അത്രേ ഉള്ളൂ. ആ മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്. അപമാനിച്ചെങ്കി ഞാൻ പോയിക്കോട്ടെ. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇത് എല്ലാം കാണത്തില്ലെന്നേ. ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങുമ്പോൾ അവന്റെ ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ബാക്കി ഇടുന്നത് കാണു, എന്റെ ബാക്കി ഡ്രസ് കാണും നിങ്ങൾ. ജട്ടി കണ്ടതാ ജട്ടിയാ കാണുന്നത്. എന്റെ ബാക്കി ഡ്രസ് കാണും നിങ്ങൾ. ജട്ടി കണ്ടതാ ഓഡിയോയിൽ ജട്ടിയാ കാണുന്നത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.